ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പതിവ് പോലെ ഞങ്ങൾ ഈ ഞായറാഴ്ചയും ഒരു ചെറിയ ട്രിപ്പ് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഈ സ്ഥലം കണ്ട് നല്ല പരിചയം ഉണ്ടാവും എല്ലാവർക്കും, പല വീഡിയോകളിലും ഞാൻ കാണിക്കാറുള്ളതാണ്. വാഗമൺ റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കോട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ്. വാഗമണിന് കുറച്ചടുത്തായിട്ടാണ് പോകുന്നത്. ഈ വാഗമൺ വഴി ഇങ്ങനെ പോയാൽ, ഈ സ്ഥലത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ എത്ര പോയാലും നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. അത്ര ഭംഗിയില്ലേ ഈ സ്ഥലം കാണാൻ. അതുപോലെ അതൊരു വെളുപ്പിന് സമയമൊക്കെ ആകുമ്പം കുറച്ചുകൂടെ ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പോകുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു. ഇത്തവണ പക്ഷേ അധികം മഞ്ഞില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ ഭംഗിയായിട്ടാണ് തോന്നുന്നത്. മഞ്ഞധികം ഇല്ലെങ്കിലും ഞങ്ങൾ വെളുപ്പിനെ 4:30 കോട്ടയത്തു നിന്ന് പുറപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നേരം പരപര വിളക്കുന്നതേ ഉള്ളൂ. പോരുന്ന വഴിക്കൊക്കെ ചെറിയ മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അധികം തിരക്കൊന്നുമില്ലാത്ത റോഡ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോരുമ്പോൾ അതിൻ്റെ പുറകിലിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു പോരുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതിയാവുകയില്ല. അപ്പം ഞങ്ങൾ എപ്പോൾ വന്നാലും ഈ വളവ് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് സമയം നിൽക്കും. പിന്നെ ഒന്നുണ്ട്, നമ്മളിങ്ങനെ ലോങ് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ ഇടവിട്ടൊക്കെ കുറച്ച് സമയം ഒന്ന് ഇറങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു സുഖം കിട്ടും. തന്നെയല്ല, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ആകുമ്പം അതൊരു പ്രത്യേക ഭംഗിയല്ലേ. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഇറങ്ങി നിന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ വരുമ്പോൾ ഇവിടെ ഒരു കുതിര നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ പക്ഷേ കുതിരയൊന്നും കാണുന്നില്ല. എങ്കിലും രാവിലെ തന്നെ സന്ദർശകരൊക്കെ എത്തിയിട്ടുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി നിന്നു. അപ്പോൾ നോക്കിക്കേ, എന്ത് മഞ്ഞില്ല എങ്കിലും കുറച്ച് അങ്ങ് ദൂരെ കാണാം. നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോഴും ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത്തവണ ഞങ്ങൾ തന്നെയല്ല, ഞങ്ങളുടെ കൂടെ വേറെ 2 പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൃഷ്ണമൂർത്തി. കോട്ടയത്ത് തിരുനക്കരയിൽ അവർ കൊച്ചുനാൾ തൊട്ട് അറിയുന്നവരാണ്, പിന്നെ സുഹൃത്തുക്കളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്തൂർ മമ്മിയാണ്, വാണി. ഞങ്ങളുടെ വിവാഹവും അടുത്തടുത്ത നാളുകളായിരുന്നു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രിപ്പ് പോയതിൻ്റെ ഫോട്ടോയാണത്. കന്യാകുമാരി ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ 2 ആൺകുട്ടികൾ, അവരുടെ 1 ആൺകുട്ടി, 3 പേരും ഏകദേശം ഒരു പ്രായക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ചെറുതിലെ കുട്ടികളെയൊക്കെ കൂട്ടി ധാരാളം യാത്രകളൊക്കെ പോകുമായിരുന്നു. പിന്നെ കുട്ടികളുടെ സ്കൂള്, കോളേജ് ഒക്കെ എല്ലാം വേറെയായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് ഗ്യാപ്പ് യാത്രകൾക്കൊക്കെ വന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഞങ്ങൾ രാവിലെ, ഇപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ ഇങ്ങനെ 2 വീലറിലാണ് പുറപ്പെടുന്നത്. അപ്പോൾ അവരും ഇത്തവണ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. അവരുടെ 2 വീലറിലാണ് അവർ. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കോട്ടമലയ്ക്കാണെന്ന് പറഞ്ഞല്ലോ. ഇടുക്കിയിലെ ഒരു മലയോര ഗ്രാമമാണ് കോട്ടമല. ഇടുക്കി എല്ലാ പ്രദേശങ്ങളും കാണാൻ ഭയങ്കര ഭംഗിയാണ്, വളരെ സുന്ദരിയാണ്, മിടുക്കിയാണ് ഇടുക്കി. അപ്പോൾ ഇന്ന് പക്ഷേ ഞങ്ങൾ പോകുന്നത് കോട്ടമലയും ഒരു മലയോര ഗ്രാമമാണ്. ഈ ഗ്രാമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് പോയി കാണാമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അപ്പോൾ നമ്മൾ കോട്ടമലയ്ക്കുള്ള അങ്ങോട്ടേക്ക് തിരിയുന്ന റോഡിലേക്ക് എത്തിക്കഴിഞ്ഞു. എല്ലാ പ്രദേശവും പോലെ തന്നെ എത്ര മനോഹരമാണ് ഇവിടെയും കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഇടുക്കിയിലെ പോലെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത് പോലെ തന്നെ നോക്കൂ, തേയിലത്തോട്ടങ്ങളും ഏലത്തോട്ടവും ഒക്കെയാണ് ഇവിടെയും കൂടുതലായിട്ടുള്ളത്. കർഷക ഗ്രാമമാണ്. അതിലൊക്കെ ഉപരി ഇതിനുള്ളൊരു പ്രത്യേകത എന്താണെന്നോ, ഈ ഗ്രാമത്തിന് ഇങ്ങോട്ടേക്ക് ആകെ ഒരു ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. ആകെ 50 കുടുംബങ്ങളാണ് ഈ കോട്ടമല ഗ്രാമത്തിൽ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു 50 കുടുംബങ്ങളും ഈ ബസ്സുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഈ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ആ ബസ്സൊന്ന് കാണണമെന്നും ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് പോകുമ്പോഴാണ് നോക്കൂ, ഞങ്ങളെ കിടന്ന് ജയമാത ബസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബസ് ഇവിടെ സർവീസ് തുടങ്ങുന്ന കാലത്തും പിന്നീട് ഒരുപാട് കാലം വരെ ഈ റോഡൊക്കെ വളരെ മോശമായിരുന്നു. നമുക്കറിയാം ഇതുപോലുള്ളൊരു പ്രദേശത്തെ റോഡ് എങ്ങനെയായിരിക്കുമെന്ന്. വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ള റോഡ് ഇപ്പോൾ ടാറൊക്കെ ഇട്ട് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് റോഡൊക്കെ ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ ഒരു 50 കുടുംബക്കാരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ബസ് സർവീസ് മുടങ്ങാതെ നടത്തുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബസ് ഉടമയ്ക്കോ ഒന്നും തന്നെ പ്രത്യേകിച്ച് ലാഭമൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. എന്നിരുന്നാലും
ഇവിടുത്തെ ആ ഒരു ജനങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം. അതുകൊണ്ട് അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പവും ഒക്കെ കൊണ്ടാണ് ഈ ബസ് മുടങ്ങാതെ സർവീസ് നടത്തുന്നത്. എന്തായാലും നോക്കൂ, ഇങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ അങ്ങ് ദൂരെ എന്ത് പശുക്കളാണോ മലയുടെ മേളിൽ നിൽക്കുന്നത് കാണാമോ? അപ്പോൾ ആ പശുക്കൾ അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന, പക്ഷേ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം തോന്നിയത് നോക്കൂ, ആ ഒരു ചുമന്ന പൂ കണ്ടോ? എല്ലായിടവും നിറയെ ഈ ചുമന്ന പൂ. അത് വാഗയാണെന്നോ ഒരു സംശയം തോന്നി, വാഗയാണോ, പക്ഷെ പൂ കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വാഗയാണെന്ന് തോന്നിയുമില്ല. എങ്കിലും നല്ല ഭംഗിയാണ്. പോകുന്ന വഴിക്ക് മുഴുവൻ ഈ ചെടിയും മരവും എല്ലാം തന്നെ. അങ്ങ് ദൂരെ കാണുന്നതൊരു ചെറിയ ക്ഷേത്രമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ, കാരണം കൂടുതലും തമിഴ്നാട്ടുകാരാണ് ഇവിടെ ഉള്ളവർ. പണ്ട് തലമുറകൾക്ക് മുമ്പ് തിരുനെൽവേലി ഭാഗത്തു നിന്നും വന്നവരാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ മലയാളികളും ഉണ്ട് കേട്ടോ, ധാരാളമായിട്ട്. തോട്ടം തൊഴിലാളികളും അവർ താമസിക്കുന്ന ചെറിയ ചെറിയ ലയങ്ങളും ഒക്കെ മാത്രമേ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാനുള്ളൂ. അങ്ങ് ചെല്ലുമ്പോഴാണ് ഒരു കടയൊക്കെ കാണാൻ തുടങ്ങിയത്. അങ്ങ് ദൂരെ കണ്ടോ ജയമാതാ ബസ് പോകുന്നത്. ഇതുപോലുള്ളൊരു സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ ഒരു ഒറ്റ ബസ് സർവീസ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയല്ലേ. ഇവിടെയുള്ള കുട്ടികൾക്കും സ്കൂളിലും കോളേജിലും ഒക്കെ പോവുകയും അതുപോലെ ഹോസ്പിറ്റലിൽ പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ ഈ ബസ് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മൾ സഞ്ചാരികളായി എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കൗതുകം, അത്ഭുതം, സന്തോഷം ഒക്കെ ഉണ്ടാക്കും. പക്ഷേ എന്നാലും ഇവിടങ്ങളിലൊക്കെ സ്ഥിരതാമസമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ കുറേ കാര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നും ഉണ്ടാവും. എന്നാൽ വികസനത്തിൻ്റെ പേരിൽ ഒരുപാട് കാടും മലയും ഒക്കെ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ പ്രകൃതിയുടെ ആ ഒരു സമതുലന അവസ്ഥ നഷ്ടപ്പെടും, അതുപോലെ ഭംഗി നഷ്ടപ്പെടും ഒക്കെ ശരിയാണ്. എങ്കിൽ പോലും താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യവുമാണ്. അങ്ങനെ ഞങ്ങൾ കോട്ടമല ഗ്രാമത്തിൻ്റെ ആ ഒരു പ്രധാന സ്ഥലത്തേക്ക്, നാൽക്കവലയിലേക്ക് എത്തി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചുമന്ന പൂ വീണ് കിടക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ജയമാതാ ബസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. ലാസ്റ്റ് സ്റ്റോപ്പാണ് കോട്ടമലയ്ക്കുള്ള. അത് കഴിഞ്ഞ് പിന്നെ അത് കട്ടപ്പനയ്ക്ക് പോകും ബസ് എന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായി. അതായത് അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു, കുറച്ച് ജീപ്പും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ആ സ്ഥലത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ തൊട്ട് ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നിന്നാൽ നല്ല വ്യൂ ആണ് എന്നൊരു അറിവുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്, ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ് എന്നൊക്കെ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ അവിടെ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്ന്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയായി. ഏതായാലും അവിടെ നിന്നും കുറച്ചങ്ങോട്ട് ദൂരെ മാറി കോട്ടമല വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ അതാണ് നല്ലതെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അപ്പോൾ നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ എവിടെ യാത്ര പോയാലും ഞങ്ങൾ ഒരു നേരത്തെ ഫുഡ് കയ്യിലെടുക്കാറുണ്ട്. ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ലഞ്ച് ആയിരിക്കും. ഇന്നപ്പോൾ ഞാൻ ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചൊന്ന് മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ 4 പേരും ഷെയർ ചെയ്ത് ആ ഇഡ്ഡലി കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ആ കാണുന്നതാണ് വ്യൂ പോയിൻ്റ്, അവിടെയാണ് നമുക്ക് പോവേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് എടുക്കുന്നതിന് പിന്നിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡാണ് എങ്കിലും പുറത്തൊരിടത്ത് പോയിരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദ് പോലെ തോന്നും. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നില്ല, അത്രയ്ക്ക് ഒരു ടേസ്റ്റായിട്ട് തോന്നും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നിന്നും ഞങ്ങൾ കോട്ടമല വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. ഇവിടെ നിന്നൊരു 200 മീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ചെന്ന് ആ ഒരു കാഴ്ച എല്ലായിടവുമൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുമെങ്കിലും ചില പ്രദേശങ്ങൾക്കൊരു പ്രത്യേക ഭംഗി കൂടുതലുണ്ട്. കുറച്ചൊരു മഞ്ഞും കൂടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഭംഗിയാണ്, ഒരു പ്രത്യേക ആംബിയൻസാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ
കുറേ സന്ദർശകർ കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ നിന്ന് കുറച്ച് ജീപ്പുകളൊക്കെ കിടക്കുന്നത് കണ്ടു. പിന്നെ ചെറിയ കടയൊക്കെ ഉണ്ട്, സ്നാക്സിൻ്റെയൊക്കെ ചെറിയ കടയും ഐസ്ക്രീമും അങ്ങനെ എന്തൊക്കെ ഉണ്ട്. വാണി ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റും നടന്ന് കാണുകയാണ്. അതോടൊപ്പം തന്നെ തൊട്ട് അടുത്ത് കണ്ട ഒരു കട കണ്ടു. അപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ നിന്ന് എന്തോ വാങ്ങിക്കൊണ്ട് വന്നു. മാങ്ങയായിരുന്നു. അപ്പോൾ ആ മാങ്ങയും ഒക്കെ എല്ലാവരും കഴിച്ചു. കുറേ സമയം അവിടെ നിന്നു. അപ്പോൾ കോളേജ് കുട്ടികളൊക്കെ കുറേ പേരവിടെ എത്തിയിരുന്നു. അവരുടെ ആ ഒരു എൻജോയ്മെൻറ്റും അവരുടേതായ കളിച്ചിരികളൊക്കെ ഇങ്ങനെ കുറച്ച് സമയം അതുമൊക്കെ നോക്കി നിന്നു. നല്ല കാറ്റുണ്ട്. അതുപോലെ ഇതാ നോക്കുക, അങ്ങ് ദൂരെ ആ തേയില ചെടികൾ, അതുപോലെ ആ ഒരു ചുമന്ന പൂക്ക് എല്ലാം കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. അത് നമ്മളിങ്ങനെ പറഞ്ഞാൽ പോരാ, അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. ഇനി ഞങ്ങൾ അവിടുന്ന് കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് രാമക്കൽമേട് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഇവിടെ നിന്നാൽ അങ്ങ് ദൂരെ ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ പ്രദേശം കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുന്നതാണ് ഞാൻ ഈ നോക്കുന്നത്. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ അങ്ങ് ദൂരെ ഇതാ കണ്ടോ, അങ്ങ് ദൂരെ നോക്കി അവിടെയാണ് ആ ഒരു ഡാമിൻ്റെ റിസർവോയർ പ്രദേശമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ ഇടുക്കിയിൽ അയ്യപ്പൻ കോവിലിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഈ ഡാമിൻ്റെ റിസർവോയറൊക്കെ ഒരുപാട് അടുത്ത് കാണിച്ചിരുന്നു. അത് കണ്ടിരുന്നവരെങ്കിലും. അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളിങ്ങനെ കൈലാസഗിരി കണ്ടു. അതിൻ്റെയും വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, കാണണേ. അപ്പോൾ അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ണിലും മനസ്സിലും അവളും നിറച്ച് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.